ഹലോ ഓൾ, വെൽക്കം ടു അവർ വീക്ക്ലി സെക്ഷൻ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീക്ക്ലി അനാലിസിസ് ആണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ പെയേഴ്സ് ആയിട്ടുള്ള യൂറോ USD, GBP USD, XA USD ഗോൾഡ്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ പ്രീവിയസ് വീക്കിൻ്റെ ചാർട്ട് ഒന്ന് ജസ്റ്റ് നോക്കാം. ശേഷം ഞാൻ ഇതൊക്കെ ഫുള്ള് റിമൂവ് ചെയ്യുന്നുണ്ട്. റിമൂവ് ചെയ്തിട്ട് ഫ്രഷ് ആയിട്ട് പിന്നെ ലെവൽസ് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യൂറോ USD ഓൾറെഡി ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ശേഷം GBP USD ആണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ GBP USDയുടെ ചാർട്ടിൽ നമുക്ക് ഇവിടെ നോക്കുന്ന ടൈമിൽ നമുക്ക് ഇവിടെ ഒരുപാട് പ്രൈസ് റിജക്ഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ലെവൽസിൽ നിന്നൊക്കെ പ്രൈസ് റിവേഴ്സ് ചെയ്തതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിന് ഇവിടെ കൊടുത്തിട്ട് 63 ഡ്രോയിങ്സ് ഉണ്ട്. അപ്പോൾ ഞാനത് ഫുള്ള് റിമൂവ് ചെയ്യുന്നുണ്ട്. റിമൂവ് ചെയ്ത ശേഷം ഞാനിനി ഫ്രഷ് ആയിട്ട് ഈ ഒരു ചാർട്ടിലെ ലെവൽസ് മാർക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നാളത്തെ നമ്മുടെ ലൈവ് സെക്ഷനകത്ത് ഞാൻ ഇതിൻ്റെ ലെവൽസ് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ കൂടാതെ തന്നെ നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലും കൂടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും പെയർ സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറയാവുന്നതാണ്. ഇവിടെയും നമുക്ക് USD JPYന്റെ ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ പ്രൈസ് നമുക്ക് പിന്നെ ഫസ്റ്റ് നമ്മുടെ ലെവലിൽ നിന്ന് റിവേഴ്സ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ആണ് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതായത് വൺസ് മാർക്കറ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്ന ലെവൽസിലോട്ട് എത്തുന്ന ടൈമിൽ മാത്രമേ നമുക്ക് ട്രേഡ്സ് ഉണ്ടാവുള്ളൂ. ഓക്കെ, കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുന്നുണ്ട്. ശേഷം ഗോൾഡ്. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇടാം കേട്ടോ. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ട്രേഡ്സ് എത്തുന്നുണ്ടായിരുന്നു, ഇപ്പോൾ എത്ര ട്രേഡ്സ് ഞാൻ മിസ് ചെയ്തു, ഓക്കെ എത്ര ട്രേഡ്സ് ഞാൻ എടുത്തു, അതിൽ എത്ര ട്രേഡ്സ് SL വന്നു, അങ്ങനത്തെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗോൾഡിൻ്റെ ചാർട്ടിൽ നമുക്കിവിടെ കാണാൻ പറ്റും പ്രൈസ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലെവൽസിൽ നിന്നൊക്കെ നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് ആണ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ലെവൽസ് ഒക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. 41 ഡ്രോയിങ്സ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രഷ് ആയിട്ട് ഈ ചാർട്ടിന് ഫുള്ള് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, ഒരുപാട് ഡ്രോയിങ്സ് ഉണ്ടായിരുന്നു നമ്മുടെ ചാർട്ടിൽ. അപ്പോൾ ഇനി അതൊക്കെ ഫ്രഷ് ആയിട്ട് നമ്മുടെ ഈ ഒരു വീക്കെൻഡിൽ ഞാൻ ഇതെല്ലാം ഫുൾ ഒന്നുകൂടെ ആണ് ചെയ്യുന്നത്. ഹയർ ടൈം ഫ്രെയിംസ് മുതൽ നമ്മുടെ ലെവൽസ് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് ഡ്രോയിങ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പെയർ സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതിയാവും. ഓക്കെ, അപ്പോൾ സ്റ്റേ ട്യൂൺ, ബൈ.